ഒരിക്കൽ ലക്ഷ്മീദേവി ഏതു വീട്ടിൽ താമസിക്കണമെന്ന് തീരുമാനിക്കാൻ ഭൂമിയിലിറങ്ങി വന്നു. ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടും അവിടുത്തെ വീട്ടുകാർ ഉറങ്ങുകയായിരുന്നു. രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പശുക്കളും കിടാക്കളും ഉണ്ടായിരുന്നുവെങ്കിലും എല്ലായിടത്തും അഴുക്കും ചെളിയും നിറഞ്ഞിരുന്നു. മൂന്നാമത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിലായിരുന്നു. അവിടെ ഭാര്യ മുടിവിരിച്ചിട്ട് കരയുകയായിരുന്നു. അവസാനം നാലാമത്തെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വാതിൽക്കൽ മനോഹരമായ പൂക്കളമിട്ടിരുന്നു. പൂജാമുറിയിൽ ദീപം പ്രകാശിക്കുകയും വീട്ടമ്മ ഭക്തിപൂർവ്വം ദൈവത്തിന് സ്തുതിഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുകയായിരുന്നു. വാതിൽക്കൽ എത്തിയ ലക്ഷ്മീദേവിയെ കണ്ടപ്പോൾ വീട്ടമ്മ ആതിഥിയെ സ്നേഹപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. അതിഥിക്ക് കുടിക്കാൻ വെള്ളമെടുക്കാൻ വേണ്ടി അകത്തുപോയി തിരികെ വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എന്നാൽ പൂജാമുറിയിൽ അമൂല്യമായ രത്നങ്ങളും സ്വർണവും വെള്ളിയും കൂമ്പാരമായി കിടക്കുന്നത് അവർ കണ്ടു. ശുചിത്വവും ഭക്തിയുമുള്ള വീടുകളിൽ മാത്രമേ ലക്ഷ്മീദേവി കുടികൊള്ളുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. ഇതുപോലുള്ള ഐതിഹ്യകഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.